സർക്കാരിനെതിരെ ആരോപണങ്ങൾ ആവർത്തിച്ച് എം.എൽ.എയും യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുമായ മാത്യു കുഴൽനാടൻ എം.എൽ.എ. 2019 മെയ് 31 ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ വിശദാംശങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു. മഴയ്ക്ക് മുൻപ് തോട്ടപ്പള്ളി സിൽവയ്ക്ക് സമീപമുള്ള മണ്ണ് നീക്കം ചെയ്യണമെന്ന ഉത്തരവിറക്കിയിരുന്നുവെന്നും പ്രളയം തടയുന്നതിനേക്കാൾ സർക്കാരിന് പ്രധാനം കരിമണലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിന് ശേഷം ഞാൻ കണ്ട കാര്യം, ഇതിനെ ആധികാരികമായി നിഷേധിക്കുന്ന കണ്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മാത്യു ടി തോമസിന്റെ ഒരു ഫേസ്ബുക്ക് ഇത് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു. അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം പൊതുവെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മണലിന് ഖനനത്തിന് അനുമതി കൊടുക്കുന്നത് വ്യവസായ വകുപ്പാണ്. കടലാസ് വ്യവസായ വകുപ്പാണ് എന്നല്ലേ അദ്ദേഹത്തിന് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഇതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ ഹോൾ പ്രോസസ്സിൽ ഈ സംഭവങ്ങളുടെ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് നോക്കണം. എന്തായിരുന്നു ലക്ഷ്യം? അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ജോലി എന്താണ്? വാട്ടർ റെഗുലേഷനാണ്, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വരികിൽ വെള്ളം എളുപ്പത്തിൽ ഒഴുകി കടലിലെത്തിക്കാൻ പറ്റുന്ന നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത്, ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിന്റെ കീഴിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പവേഴ്സ് ഇൻവോക്ക് ചെയ്ത് ഈ കരിമണലുള്ള മേഖലയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി, അതായത് കരിമണൽ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പറ്റത്തുള്ളൂ. കരിമണൽ എടുക്കണമെങ്കിലോ മൈൻ ചെയ്യണമെങ്കിലോ മാറ്റണമെങ്കിലോ കേന്ദ്ര സർക്കാരിന് പറ്റത്തുള്ളൂ. അപ്പം അത് അവർക്ക് കിട്ടാത്തതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ ദുരന്ത നിവാരണത്തിന്റെ പേരിൽ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ എടുക്കുകയും അതിന്റെ ബേസ് ചെയ്ത് ദുരന്തം വരരുതല്ലോ, വെള്ളപ്പൊക്കം ഉണ്ടാവരുത്, അതുകൊണ്ട് പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ വെളിച്ചത്തിൽ 31/5/2019 വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഓർഡറാണ്. ഈ ഓർഡറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് ചെയർ ചെയ്ത ഒരു മീറ്റിംഗിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പൊ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കി വെള്ളപ്പൊക്കം വന്നാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് ആ ഓർഡർ തുടങ്ങുന്ന ഒരു ലൈൻ ഞാൻ വായിക്കാം. The accumulation of sand in Thottapalli spillway in Alappuzha district has affected the free flow of flood water to the sea, risking the Kuttanad area by flooding during the impending monsoon season 2018 witnessed severe flooding area. അപ്പോൾ 2018 പ്രളയത്തിന് ശേഷം അദ്ദേഹം ഇറക്കുന്ന ഒരു ഓർഡറിന്റെ ഡീറ്റെയിൽ ആണ്. അപ്പൊ MS സ്വാമിനാഥൻ കമ്മീഷൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ പ്രളയം വന്നാൽ കുട്ടനാട് ഏരിയ റിസ്കിലാവും എന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യണമെന്നും പറഞ്ഞ് 2019 അദ്ദേഹം ഇറക്കുന്ന ഒരു ഓർഡറിന്റെ ഡീറ്റെയിൽ ആണിത്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിട്ട് ടുവേഴ്സ് ദ എൻഡ് അപ്പൊ എന്ത് പറയണം? എത്രയും പെട്ടെന്ന് മാറ്റി വെള്ളം ഫ്രീ ആയിട്ട് പോകണ്ടേ എന്നല്ലേ പറയണ്ടേ? അപ്പൊ അതിൻ്റെ അകത്ത് ലാസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ് ഞാൻ വായിക്കാം. ഇതെല്ലാം പറഞ്ഞിട്ട് റേറ്റ് എല്ലാം അവർ പറഞ്ഞ പോലെ ഫിക്സ് ചെയ്തു, മണ്ണെടുക്കാനുള്ള റേറ്റ് എല്ലാം തീരുമാനിച്ചു, അവർ പറഞ്ഞ റേറ്റിന് മണ്ണ് കൊടുത്തു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നിന്നിട്ട് ദ ചീഫ് എഞ്ചിനീയർ ഈസ് ഡയറക്റ്റഡ് ടു ടേക്ക് അർജന്റ് ആക്ഷൻ ടു എക്സിക്യൂട്ട് നെസസറി എഗ്രിമെന്റ് വിത്ത് ദ PSU മെൻഷൻഡ് അബവ് ആൻഡ് മൂവ് ഫോർവേഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സാൻഡ് ഡ്യൂറിംഗ് ദ ഇംപെൻഡിങ് മൺസൂൺ സോ ആസ് ടു അലൗ ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ പൊഴിമൗത്ത്. അതായത് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഫസ്റ്റ് പ്രയോറിറ്റി മൺസൂൺ വെള്ളം വന്ന് ആളുകൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളതല്ല. വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് മണ്ണെടുക്കാൻ പറയാം വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റാണ്. വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് വൈ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ സാൻഡ്? എന്തിനാണ് അവർക്ക് ഇത്ര വെപ്രാളം? അതായത് നിങ്ങൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. The chief engineer is directed to take urgent action to execute necessary agreement with the PSU mentioned above and move forward to avoid the loss of sand during the impending monsoon. അതായത് കഴിഞ്ഞ തവണത്തെ അനുഭവം ഉണ്ടായിട്ടും പിന്നീട് അവർ ചെയ്യുന്നത് മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എടുക്കാനാണ് പറയുന്നത്, അല്ലാണ്ട് വെള്ളം പോകണം എന്നുള്ളതല്ല. സോ അവരുടെ കൺസേണും അവരുടെ പ്രയോറിറ്റിയും അവരുടെ ഇന്റൻഷനും
തോട്ടപ്പള്ളി സ്പിൽവേയിലെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കരിമണൽ എടുക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ട് അതിനുള്ള പവർ അദ്ദേഹം പറഞ്ഞ് ശരിയാ, അദ്ദേഹത്തിന് റൈറ്റ് ഇല്ല, മൈനിങ് നടത്താനുള്ള റൈറ്റ് ഇല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബോൾ പാസ് ചെയ്ത്, അതായത് മുഖ്യമന്ത്രിയുടെ ആ ഭാഗത്ത് നിന്ന് ബോൾ പാസ് ചെയ്ത് കിട്ടി, ഇദ്ദേഹം അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് മണ്ണെടുക്കാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോവുമല്ലോ. അപ്പം ഞാനിത് പറയുന്നത് കണക്ട് ചെയ്ത് പറയുന്നത്, വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോകുമെന്നതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് മണ്ണെടുക്കാൻ പറയുന്നവർ അവരായിട്ട് വെള്ളം തുറന്നു വിട്ട് മണ്ണ് കളയില്ലല്ലോ, അപ്പൊ അതിനുവേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു 2018. ഇവരുടെ അന്നത്തെ 2018ലെയും കൺസേൺ 2019ലെയും കൺസേൺ ഈ മണ്ണാണ്.